ഇടതുമുന്നണി ഘടകകക്ഷിയായ NCPയിൽ ഒരു മന്ത്രിമാറ്റം മണത്തു തുടങ്ങിയിട്ട് കുറേ നാളായി. NCPയുടെ പൂർവാശ്രമത്തിലെ പാർട്ടിയായ കോൺഗ്രസ് എസിൽ സഹപ്രവർത്തകനായ VC കബീറിന് മന്ത്രിയാവാൻ AC ഷൺമുഖദാസ് മന്ത്രിസ്ഥാനം സ്വമേധയാ ഒഴിഞ്ഞുകൊടുത്ത ചരിത്രമുണ്ട്. ഇവിടെ സ്ഥാനത്താകം അല്ലെന്നു മാത്രം. 2.5 വർഷക്കാലം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം രണ്ടാമത്തെ MLA ആയ കുട്ടനാട് MLA തോമസ് കെ തോമസിന് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കാമെന്ന രീതിയിൽ ഒരു കരാറുണ്ടെന്ന് തോമസ് കെ തോമസ് പറയുന്നു. ഓർമ്മയില്ലെന്ന് മന്ത്രി ശശീന്ദ്രനും. എന്തായാലും അന്തിമ തീർപ്പ് ദേശീയ നേതാവ് ശരത് പവാർജിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പാർട്ടി യോഗം. മന്ത്രിമാറ്റത്തിൽ NCPയിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. കരാറുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും ആവർത്തിക്കുന്നു കുട്ടനാട് MLA ആയ തോമസ് കെ തോമസ്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? അല്പസമയം തോമസ് അവൈലബിൾ ആണ് കൊച്ചിയില്. തോമസിനെ കാണണം, ദയവ് ചെയ്ത് കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഇല്ല, ഞാൻ ആദ്യം മുതൽ ഒരേ സ്റ്റാൻഡിലാണല്ലോ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അതെല്ലാം സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അടിപൊളി. പക്ഷേ ഇത് വേണോ വേണ്ടയോ തരണോ തീരുമാനിക്കേണ്ടത് ശരത് പവാർജിയാണ്. മന്ത്രിസ്ഥാനത്തേക്ക് മറ്റൊരാളെ നിർദ്ദേശിക്കാനും പാർട്ടിക്ക് കഴിയണമല്ലോ. അതാരായിരിക്കണം? അല്ല, കരാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം അല്ല, പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരില്ലേ? അല്ല, ശശീന്ദ്രന്റെ നിലപാടല്ലേ പറയുന്നേ, ഞാൻ എന്റെ നിലപാടല്ലേ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ കാലാകാലമായി അവഗണന അനുഭവിക്കുന്ന എന്റെ സമുദായത്തിന് വേണ്ടി വേണമെങ്കിൽ ആ ഭാരം ഞാൻ ചുമക്കാം. ഞങ്ങളെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണോ ഇത്? അതിന് 6 അസംബ്ലികളിൽ തുടർച്ചയായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അല്ലാതെ എനിക്ക് മന്ത്രിയൊന്നും ആകണ്ടേ. ഞാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ദേശീയ നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനമാണ്. അല്ല എന്നുള്ളത് പിന്നെ അന്ന് പാർട്ടിയുടെ നോമിനേറ്റ് ഇവിടെ വന്ന വ്യക്തി വ്യക്തമായിട്ടും ഞങ്ങൾ സംസാരിച്ച കാര്യമാണ്. പക്ഷേ എന്റെ നിയോജക മണ്ഡലത്തിന്റെ അന്തസ്സ് പാലിക്കാനെങ്കിലും തൽക്കാലം എനിക്കൊരു മന്ത്രിയായേ പറ്റൂ. ആ അന്തസ്സിനോട് എനിക്ക് യോജിപ്പില്ല. ആ അവഗണനയോട് എനിക്ക് യോജിപ്പില്ല. സൈലൻസ്. ജനങ്ങളെ സേവിക്കാനുള്ള ഒരവസരം എന്ന നിലയിൽ ഒരു ദിവസം മന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള അവസരം വിട്ടുകളയുന്നവരല്ല പൊതുപ്രവർത്തകർ. കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും മന്ത്രി ആരെന്ന് ഉടൻ അറിയിക്കണം. മന്ത്രിസ്ഥാനം ഒഴിച്ചിട്ട് ജനങ്ങളെ അനാഥരാക്കരുതേ എന്നാണ് അപേക്ഷ.